എൻ്റെ ഇളയ രാവിലെ വണ്ടി എടുത്തിട്ടുണ്ടല്ലോ, ഓടാൻ വേണ്ടിയുള്ള പോക്കാണ്. അതുപോലെ ഞാൻ 6 മണി തൊട്ട് അവന്മാരെ വെയിറ്റ് ചെയ്ത് നിന്ന് കേട്ടോ. ഒരു 6:30 ആയപ്പം ഓരോരുത്തരായിട്ട് വന്ന് ഹാജർ വെക്കാൻ തുടങ്ങി. പക്ഷെ ഒരാൾ മാത്രം വന്നില്ല. ഇത് പ്ലാൻ ചെയ്തവൻ. സമയം അങ്ങനെ ഓരോ മണിക്കൂറുകളായിട്ട് കടന്നുകൊണ്ടിരുന്നു. അവൻ വരാൻ ഇനിയും സമയമെടുക്കും. ഒടുവിൽ നമ്മുടെ പ്രതീക്ഷയ്ക്ക് വിരാമമിട്ട് അവൻ എത്തി. മലയാള ഭാഷയിൽ പോലുമില്ലാത്ത പല തെറികളും എനിക്ക് അവനെ വിളിക്കേണ്ടി വന്നു. ഒടുവിൽ ഞങ്ങൾ ആശ്രമത്തെത്തിരിക്കുകയാണ്. നടക്കുക എന്നുള്ളത് മാത്രമല്ല ലക്ഷ്യം. കളിയാക്കുക, ആളുകളെ കുറിച്ച് കമന്റ് പറയുക, കഥയുണ്ടാക്കുക, ഇതൊക്കെയാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതാ ഒരു കല്യാണ ചെറുക്കന്റെ വെഡിങ് ഫോട്ടോഷൂട്ട്. പിന്നെയും ഞങ്ങൾ കുറച്ചു ദൂരം നടന്നേ. ഇവന്റെ സ്ഥിരം പണി എന്ന് പറഞ്ഞാൽ അമിത പ്രോത്സാഹനം തന്നിട്ട് നമ്മളെ എന്തെങ്കിലും ഒരു ഉടായ്പ പിടിച്ചിടുക. ഇതാണ് ഇവന്റെ ലക്ഷ്യം കേട്ടോ. അങ്ങനെ വിശ്വാസാറ് ചമ്മിപ്പോയി കേട്ടാ. അപ്പൊ ഞാനും കയറി, ഞാനും ചമ്മിപ്പോയി. എനിക്കും കയറാൻ പറ്റിയില്ല. ഇതിനെല്ലാം തുടക്കം ഇട്ടവൻ അപ്പം തന്നെ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് ആനന്ദിന്റെ അടുത്ത ലക്ഷ്യം മാവും തൈ വാങ്ങുക, കർഷകശ്രീ വാങ്ങുക, ഒരു പട്ടിയെ മേടിച്ച് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണം. ഇതാകുമ്പോൾ തന്നെ വളരുമല്ലോ. അങ്ങനെ ഞങ്ങളുടെ സ്ഥലം ഉണ്ടല്ലോ, അവൻ കൈയടക്കി കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം അവിടെയൊക്കെ ഇരുന്ന് ചായയൊക്കെ കുടിച്ചിട്ടുണ്ടല്ലോ. കൂട്ടുകാരോട്ടൊക്കെ ഇങ്ങനെ ഇരുന്ന് ചായയൊക്കെ കുടിച്ചിട്ട് തമാശ പറഞ്ഞതിന്റെ രസമൊന്നും വേറെ കേട്ടോ, അടിപൊളി.